രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒന്ന്, ഈ GST പരിഷ്കരണം നാളെ നടപ്പിലാകാൻ വേണ്ടി പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർക്കുണ്ടാകുന്ന, മധ്യവർഗ സമൂഹത്തിനുണ്ടാകുന്ന, ഈ ദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്കുണ്ടാകുന്ന ലാഭങ്ങളെക്കുറിച്ച്, അവർക്ക് സാമ്പത്തികമായി ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് പ്രധാനമന്ത്രി തൻ്റെ ഈ അഭിസംബോധനയുടെ ആദ്യ ഭാഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം പറഞ്ഞത് രാജ്യം ഒരു പുതിയ വളർച്ചയിലേക്ക് കടക്കുകയാണ്. അതിൽ ഏറ്റവും സുപ്രധാനമായ പങ്കാണ് ഈ GSTയിൽ ഉണ്ടാക്കിയിരിക്കുന്ന പരിഷ്കരണം. നാളെ സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഈ പരിഷ്കരണം നിലവിൽ വരുമെന്നും പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. നാളത്തേനൊരു പ്രത്യേകതയുണ്ട്. കാരണം നവരാത്രി ദിവസത്തിൻ്റെ, ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട നവരാത്രി ആഘോഷത്തിൻ്റെ ആദ്യ ദിവസമാണ് നാളെ. നാളെ സൂര്യോദയത്തിന് മുമ്പ് തന്നെ GST പരിഷ്കരണം രാജ്യത്ത് നടപ്പിലാക്കുമെന്നാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. ഇന്ത്യക്ക് ഒരു പാരമ്പര്യമുണ്ടായിരുന്നു. അതായത് വിവിധ നികുതികളൊക്കെ കാരണം ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു സാധനം മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ വ്യത്യസ്തമായ നികുതികൾ നൽകേണ്ട ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ GST നടപ്പിലായതോടുകൂടി അതൊക്കെ ലഘൂകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ GST നടപ്പിലാക്കപ്പെട്ടു. നികുതി ഘടനയിൽ വലിയ ലഘൂകരണമൊക്കെ ഉണ്ടായി. ഇനി അതിൻ്റെ ഗുണം ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. നാളെ മുതൽ ഈ GSTയിൽ 2 സ്ലാബുകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. 5%, 18%. 99% സാധനങ്ങളും ഈ 5% സ്ലാബിലേക്ക് വരുന്നതിനാൽ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ ഉൾപ്പെടെയുള്ള വിലയിൽ കാര്യമായ കുറവുണ്ടാകുമെന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി പറഞ്ഞത് ഈ നേരത്തെ ആദായ നികുതി ഘടനയിൽ ഉണ്ടാക്കിയിരുന്ന വ്യത്യാസം കാരണം, അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന ഈ ആനുകൂല്യങ്ങൾ കാരണം രാജ്യത്തെ മധ്യവർഗ സമൂഹത്തിന് വലിയ ഒരു നേട്ടമാണ് ഉണ്ടായിരുന്നത്. ഒരു മധ്യവർഗ സമൂഹത്തിനും അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ഡബിൾ ബോണസാണ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് GST പരിഷ്കരണം കൂടി ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അവർക്ക് ഈ ഉണ്ടാകുന്ന നേട്ടം വീട് വയ്ക്കാനും അതുപോലെ തന്നെ അവരുടെ മറ്റ് സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കുവാനും വേണ്ടി സാധിക്കാൻ വേണ്ടി കഴിയുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാഗരിക് ദേവോ ഭവയാണ് തൻ്റെ നിലപാട് എന്നതാണ്. അതായത് ജനങ്ങളെ അദ്ദേഹം ദൈവത്തിനെ പോലെ കാണുന്നുവെന്നാണ് പ്രധാനമന്ത്രി ഇതിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ അഭിസംബോധനയുടെ 2ാം ഘട്ടത്തിൽ അദ്ദേഹം ഈ സ്വദേശിവൽക്കരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി തൻ്റെ ഈ അഭിസംബോധനയുടെ 2ാം ഘട്ടത്തിൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്ത് തന്നെ തദ്ദേശീയമായി, രാജ്യത്തിന് ആവശ്യമായ സാധനങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കണം അല്ലെങ്കിൽ നിർമ്മിക്കണം എന്നതാണ്. ആത്മനിർഭർ ഭാരത് എന്നത് തൻ്റെ സർക്കാരിൻ്റെ എക്കാലത്തെയും വലിയ നയമായിരുന്നു. ഈ സ്വദേശിവൽക്കരണവുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുന്ന, ഈ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി എല്ലാ കടകൾക്കാരും തയ്യാറാകണം. അതുപോലെ തന്നെ എല്ലാ വീടുകളിലും സ്വദേശി സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. അഭിമാനത്തോടു കൂടി ഓരോ ഇന്ത്യക്കാരനും തങ്ങൾ സ്വദേശിയമായ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നും പ്രധാനമന്ത്രി ഈ അഭിസംബോധനയിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും പ്രധാനമന്ത്രിയുടെ അഭിസംബോധന ഏതാണ്ട് 18 മിനിറ്റോളം ആണ് നീണ്ടു നിന്നത്. ഇതിൽ ഈ GST പരിഷ്കരണവും അതുപോലെ തന്നെ സ്വദേശിവൽക്കരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു അഭിസംബോധന പ്രസംഗമാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് മുൻപാകെ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്.